മെസ്സി ആൻഡ് അർജന്റീന ടീം കേരളത്തിൽ വരും, അവരെ കാണാൻ പറ്റും, അവരുടെ മാച്ച് നേരിട്ട് കാണാൻ പറ്റും എന്ന ആഗ്രഹവും വെച്ച് നടക്കുന്ന അർജന്റീന ആൻഡ് മെസ്സി ഫാൻസ്, പിന്നെ കുറേ ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർക്കൊക്കെ നെഞ്ചത്ത് കത്തി കുത്തി ഇറക്കിയ പോലെയാണ് കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് വന്നത്. മെസ്സിയുടെ വരവ് ഉദാഹവ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നടക്കുന്നുള്ള പ്രതീക്ഷയില്ല. പക്ഷെ കേരളത്തിൻ്റെ സ്പോർട്സ് മിനിസ്റ്റർ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഈ തള്ളിൻ്റെ മുകളിലാണ് പിടിച്ചു നിൽക്കുന്നത്. സ്പോർട്സ് മിനിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് വേറെ കുറേ ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, പ്രോപ്പറായിട്ട് സ്പോർട്സ് പേഴ്സണാലിറ്റീസിന് ജോബോ കാര്യങ്ങളോ കിട്ടുന്നില്ല. പിന്നെ ഒരു അവാർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ പരിപാടികൾ, അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ പെൻഡിങ്ങിൽ ഇരിക്കുമ്പോഴാണ് വലിയൊരു ഹ്യൂജ് ബഡ്ജറ്റിൽ അർജൻറ്റീനയെ മൊത്തത്തിൽ കേരളത്തിൽ കൊണ്ടുവന്ന് അതൊരു ബിസിനസ്സാക്കി അതിൽ നിന്നൊരു പേരും പ്രശസ്തിയും ഉണ്ടാക്കാന്നുള്ള രീതിയിൽ ഒരു മന്ത്രി മുന്നിട്ടിറങ്ങുന്നത്. ഈ പ്രൊജക്റ്റ് എങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത്? ഓബ്വിയസ്ലി സ്പോർട്സ് മിനിസ്റ്റർ വി അബ്ദുറഹ്മാൻ, അദ്ദേഹമാണ് ഒരു സ്റ്റേജിൽ കുട്ടികളുടെ മുന്നിൽ ഈ സാധനം ആദ്യം ഇട്ട് കൊടുക്കുന്നത്, പിന്നെ അത് ന്യൂസുകാർ ഏറ്റെടുക്കുന്നത്, പിന്നെ കണ്ടിന്യൂസ്ലി പല ഇൻ്റർവെല്ലിലായിട്ട് നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ നമുക്ക് എന്ത് തരികയാണ്, ഒരു അങ്ങോട്ട് ഇട്ട് തരികയാണ്. ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്ന് പറയില്ല, ആ സ്കീമായിരുന്നു എങ്കിൽ ഓരോ ഇൻ്റർവെല്ലും കൃത്യമായിട്ട് പാലക്കാട് തിരഞ്ഞെടുപ്പിന് മുമ്പ്, നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് മുമ്പ്, ഇനി അല്ലാത്തപ്പോഴൊക്കെ മൂപ്പർക്ക് എപ്പോൾ മൈക്കും ചാനലും കണ്ടോ അവിടെയൊക്കെ മൂപ്പര് ഈ സാധനം വിളിച്ച് പറഞ്ഞ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വിഷയത്തിൽ കുറേ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും ഹ്യൂജ് എമൗണ്ട് സ്പെൻഡ് ചെയ്ത അർജൻറ്റീനയെയും മെസ്സിനെയും കൊണ്ടുവന്നിട്ട് ഇന്ത്യൻ ഫുട്ബോളിന് എന്ത് ബെനിഫിറ്റ്, കേരളത്തിലെ ഫുട്ബോളിന് എന്ത് ബെനിഫിറ്റ്? ഒരു ബെനിഫിറ്റും ഇല്ല. ഇവിടുത്തെ കുട്ടികൾക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ ഈ പൈസ മുടക്കിയിട്ട് ഫെസിലിറ്റീസ് കൊടുക്കാൻ പറ്റിയാൽ അതൊരു വലിയ ചേഞ്ചാണ് അല്ലേ? ഇന്ത്യൻ ഫുട്ബോളിന് തന്നെ ഭയങ്കര കോൺട്രിബ്യൂഷൻ, ഓൾറെഡി കേരളത്തിൽ നല്ല കോൺട്രിബ്യൂഷൻ ഉണ്ട്, ബട്ട് ഇരട്ടി കോൺട്രിബ്യൂഷൻ, അത്രയും ടാലൻറ്റുകളെ നമുക്ക് നാഷണൽ ലെവലിൽ എത്തിക്കാൻ പറ്റും. ഈ പൈസ ഇവിടെ ഗ്രാസ് റൂട്ട് ലെവലിൽ ചിലവാക്കി ഇവിടുത്തെ ഫെസിലിറ്റീസ് കൊടുത്ത് ഇവിടുത്തെ ടാലൻറ്റുകളെ ഇവർ അപ്രീഷിയേറ്റ് ചെയ്താൽ ഇല്ല. മെസ്സി വരലാണ് മെയിൻ. ഓക്കെ, മെസ്സി വരുന്നതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ആര് കൊണ്ടുവരും, എപ്പോൾ വരും, എങ്ങനെ വരും എന്നുള്ള ചോദ്യത്തിനൊന്നും ഇവർക്കൊരു ഉത്തരവും തരാൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പലരും റിപ്പോർട്ടർ TV ആൻഡ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റർ അവരെ കുറേ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതിലൊക്കെ കുറേ ചാനലുകളുണ്ട് കേട്ടോ. കാരണം റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് മൊത്തത്തിൽ ഈ മെസ്സിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അവർക്ക് പോയി കഴിഞ്ഞാൽ ബാക്കി ചാനലുകാർ ഊമ്പി തെറ്റിയിരിക്കുന്നൊരവസ്ഥയാവും. അപ്പോൾ ഇപ്പോൾ അത് നടക്കില്ല എന്നുള്ളൊരു സ്കീം കാണുന്ന സമയത്ത് ബാക്കിയുള്ള ചാനലുകൾ അതിൻ്റെ പിന്നാലെ വണ്ടിയെടുത്ത് ഇറങ്ങിയിട്ട് ഇതൊരു സ്കാമാണോ, ഇതൊരു ചതിയാണോ എന്നുള്ള രീതിയിലുള്ള പരിപാടികൾക്കൊക്കെ അവർ ചാടി ഇറങ്ങി വീഴും. സോ അതിനിടയിൽ അങ്ങനത്തെ ഒരു ചാനൽ വൈസ് പൊളിറ്റിക്സൊക്കെ ഇതിനിടയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ആസ് എ കോമൺ സിറ്റിസൺ, ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയ്ക്ക്, കേരളത്തിലെ ഒരു വോട്ടർ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ സ്പോർട്സ് മിനിസ്റ്ററോട് മാത്രമേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. റിപ്പോർട്ടർ TVനോടോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോടോ നമുക്ക് ചോദിക്കാൻ പറ്റില്ല. നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ആൾ നമ്മളുടെ സ്പോർട്സ് മന്ത്രിയാണ്. കാരണം നിരന്തരമായിട്ട് മലയാളികളോട് മെസ്സി ഇപ്പോൾ വരും, മെസ്സി ഇത് അടുത്ത ആഴ്ച വരും, അപ്പോൾ പറയുന്നത് അവിടെ നമ്മളെ മഞ്ചേരി വയനാട് സ്റ്റേഡിയത്തിലൊന്ന് കളിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗ് അടിച്ചത് ഇദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയാൻ മന്ത്രി സാറിനെ കൊണ്ട് പറ്റണം. മന്ത്രി സാറ് പല ഇൻ്റർവ്യൂവിലായിട്ട് പറഞ്ഞ കാര്യം ഞാനിവിടെ ഒന്ന് പ്ലേ ചെയ്യാം. ലോകകപ്പ് വിജയികളായ മുഴുവൻ ടീമുകളും കേരളത്തിൽ വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് അവർ അറിയിച്ചത്. എല്ലാ കളിക്കാർക്കും കേരളത്തിൽ വരാൻ താല്പര്യമുണ്ട്. അവരുടെ ക്യാപ്റ്റൻ അടക്കമുള്ള ആളുകൾ, മെസ്സി അടക്കമുള്ള ആളുകൾക്ക് കേരളത്തിൽ വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 2025 ഇന്ത്യയിൽ അർജൻറ്റീനിയ മാച്ച് ഒരു സൗഹൃദ മത്സരം നടത്താമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വിളിച്ച് നിങ്ങളെ കാണാമെന്നുദ്ദേശിച്ച് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക ബാധ്യത ഇതുമായി വരും എന്നുള്ളതുകൊണ്ട് സാമ്പത്തിക സഹകരണം ആവശ്യമായി വന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള ഗോൾഡൻ സിൽവർ മർച്ചൻ്റ് അസോസിയേഷനുമായി നമ്മൾ സംസാരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മത്സരം നമ്മൾ അടുത്ത വർഷം നടത്താൻ പോകുന്നത്. സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഈ മത്സരം നടക്കുക. ഗവൺമെൻറ് അല്ല മെസ്സിയെ കൊണ്ടുവരുന്നത്, അത് സ്പോൺസറാണ്. സർക്കാരിൻ്റെ കയ്യിൽ ഇത്രയധികം പണമില്ല. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ചാനലാണ് ആ സ്പോൺസർഷിപ്പ് അവരുടെ റിക്വസ്റ്റ് പ്രകാരം അവർ കൊടുത്താണ്. ഇതുമായി ബന്ധപ്പെട്ട
സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവുകളും അവർക്ക് നൽകിയിട്ടുണ്ട്. അതിനുള്ള സമ്മതപത്രം നൽകിയിട്ടുണ്ട്. ഇനി അവരാണ് തീരുമാനിക്കേണ്ടത്. സ്പോൺസർ ഇപ്പോൾ നിങ്ങൾ അറിയിച്ചെന്ന് പറഞ്ഞു പണം കൊടുത്ത്. അദ്ദേഹം പണം അടച്ചാൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അവർ ഒക്ടോബറിലോ നവംബറിലോ കേരളത്തിലെത്തും, കളിക്കും. അപ്പോൾ മറ്റു തടസ്സങ്ങളൊന്നും ഇനിയില്ല. ഇനി ടീമുമായി ബന്ധപ്പെട്ട സുരക്ഷ ഉറപ്പുവരുത്തുക, അവരുടെ സംസ്ഥാന അതിഥികളായി സ്വീകരിക്കുക, കളിക്കാനുള്ള സ്ഥലങ്ങൾ ഏർപ്പെടുത്തുക, ഇതൊക്കെയാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. ആ നടപടിയിലേക്ക് ഗവൺമെൻറ് കടക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചോളം അവർ വരുന്നു എന്നുള്ള കൺഫർമേഷൻ അവർ നമുക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ അർജൻറ്റീന ഫുട്ബോൾ മാനേജ്മെൻറ്റ് ഇവിടെ വരേണ്ടതുണ്ട്. വന്നതിന് ശേഷം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റുമായി കായിക വകുപ്പുമായി ചേർന്ന് സംയുക്തമായിട്ടൊരു അനൗൺസ്മെൻറ്റ് നടത്തേണ്ടതുണ്ട്. ഇയാൾ ഈ തള്ളിയതൊക്കെ ഏത് വേരിഫിക്കേഷനും ലൈക്ക് വേരിഫൈഡ് സോഴ്സ് ഏതാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങേർക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല എന്നാണ് ബേസിക്കലി ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നതും ഞാൻ അപ്പം തന്നെ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് എത്തിച്ചു തന്നതും. അന്ന് എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചു നിങ്ങൾ. ഏത് ഒഫീഷ്യലാണ് ഇത് കൺഫേം ആക്കിയിട്ടുള്ളത്? ഇതിന് പൈസ മുടക്കിയ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിൻ്റെ അവർ വരെ പറയുന്നുണ്ട് ഈ അർജൻറ്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വിത്ത് കൊളാബ് വിത്ത് അവരുടെ ആ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് പാർട്ട്ണർ, പൈസ ആരാണോ മുടക്കിയത് അവരും ഒക്കെ മൊത്തത്തിൽ ഫിഫ അടക്കം എല്ലാവരും തരണം അതിനൊരു കൺഫർമേഷൻ. ഇതൊന്നും കിട്ടുന്നതിന് മുമ്പ് ഒരു 1.5 വർഷമായിട്ട് ഈ സ്പോർട്സ് മിനിസ്റ്റർ ഇത് തള്ളി വിടുകയാണ് ഈ സംഗതി. ഒരു ഒഫീഷ്യൽ കൺഫർമേഷനും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ പറയുന്നത് അർജൻറ്റീനിയൻ ഒഫീഷ്യൽസ് ഇതിന് കൺഫർമേഷൻ കൊടുത്തു എന്നുള്ളതാണ്. ഇത് എന്തോ ആടെ ഇത് ഏതെങ്കിലും ഒരു മറ്റേ മിമിക്സ് പെരേഡോ അല്ലെങ്കിൽ ഡാൻസ് ട്രൂപ്പിനെയൊക്കെ കൊണ്ടുവന്നിട്ട് സ്റ്റേജ് പ്രോഗ്രാം ചെയ്ത ലാഘവത്തിലാണോ നാട്ടുകാരോട് മെസ്സി വരും, അർജൻറ്റീന വരും, ഇവിടെ മാച്ച് കളിക്കും? ഇതൊന്നും അല്ല. ഇതിനും ഭീകരമായൊരു ഇങ്ങനെ തള്ളിയിട്ടുണ്ട്. ഈ മാച്ച് കളിക്കുന്നതും പരിപാടികളും പോട്ടെ, ഇവിടുത്തെ കുട്ടികൾക്ക് നിങ്ങൾ കൊടുത്ത വലിയ വേറൊരു പ്രതീക്ഷ നിങ്ങൾ കേട്ടോ. നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കാൻ, ഫുട്ബോൾ പരിശീലിപ്പിക്കാൻ അവർ സന്നദ്ധ പ്രകടിപ്പിച്ചു. അതിലാണ് നമ്മളിപ്പോൾ അവരോട് ചർച്ച കൂടുതൽ നടക്കുന്നത്. 5000 കുട്ടികളെ ഫുട്ബോൾ പരിശീലനത്തിനായി അവർ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ അക്കാദമി സർക്കാരുമായി ചേർന്ന് കേരളത്തിൽ ആരംഭിക്കാനുള്ള സന്നദ്ധത അർജൻറ്റീൻ ഫുട്ബോൾ ഫെഡറേഷൻ ചർച്ചയിലൂടെ അവർ തീർപ്പാക്കാമെന്നാണ് അറിയിച്ചത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇനിയും നടക്കേണ്ടതുണ്ട്. അപ്പോൾ 3 കാര്യങ്ങളിൽ ഇപ്പോൾ ഏകദേശം തീരുമാനമായി. അവരുടെ ഇന്ത്യയിലേക്കുള്ള വരവ്, അത് വേൾഡ് കപ്പ് വിജയിച്ച അതേ ടീമായിരിക്കും, മെസ്സി ഉൾപ്പെട്ട ടീമാണ് വരേണ്ടത്. അപ്പോൾ മെസ്സി ക്യാപ്റ്റനായിട്ടുള്ള വേൾഡ് കപ്പ് വിജയിച്ച ആ ടീമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പരിശീലന പരിപാടികൾ, ഈ സന്നാഹ മത്സരത്തിൽ പ്രധാനപ്പെട്ട 3 ടീമുകൾ, ഈ കാര്യങ്ങൾ സർക്കാർ ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട്. നമ്മൾ മലപ്പുറം പയ്യനാട്ട് പുതിയ സ്റ്റേഡിയം നിർമ്മിക്കാൻ പോവുകയാണ്, അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയം. ഇപ്പോൾ അതിൻ്റെ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു. ഒരു വിദേശ ഏജൻസിയാണ് ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഊരാലെങ്കൽ സൊസൈറ്റിയാണ് അതിൻ്റെ പൂർണ്ണമായുള്ള ഉത്തരവാദിത്തം അവർക്കാണ്. അപ്പോൾ അവരത് തയ്യാറാക്കി അത് സമയബന്ധിതമായി പൂർത്തീകരിച്ചാൽ ഈ ടീം മലപ്പുറത്ത് പയ്യനാട്ടിലുള്ള നമ്മുടെ സ്റ്റേഡിയത്തിൽ കളിക്കും. കാരണം കേരളത്തിൽ തന്നെ മലപ്പുറമാണ് ഫുട്ബോളിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം. അപ്പോൾ അവിടെ കളിപ്പിക്കണമെന്നാണ് ആഗ്രഹം. ഇനി നോക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ. സ്പെയിനിൽ പോയി ഒരു ജേഴ്സി പൊക്കിപ്പിടിച്ച് ഫോട്ടോ ഇട്ടിട്ടൊന്നും കാര്യമില്ല സാർ. ഇവിടെ 5000 കുട്ടികളെ അർജൻറ്റീനൻ ഒഫീഷ്യൽസ് വന്ന് ഫുട്ബോൾ പഠിപ്പിക്കുക എന്ന് പറഞ്ഞ് അവരെ മൊത്തം ആഗ്രഹവും കൊടുത്ത് ആ കുട്ടികളോട് സാർ എന്ത് ഉത്തരം പറയും? പയ്യനാട് സ്റ്റേഡിയമൊക്കെ നിങ്ങൾ വീട്ട്, ഇവിടുത്തെ ഒരു സ്റ്റേഡിയത്തിൻ്റെ മെയിൻ്റനൻസും മര്യാദയ്ക്കല്ല. അത് വേറൊരു പരിപാടി. എന്താണെങ്കിലും കൊള്ളാം. ഇങ്ങനെ ഇതേപോലെയുള്ള ഈ ഉടായ്പകൾ പറഞ്ഞ് ഇങ്ങനെ പോകുന്നല്ലാതെ ഇതൊന്നും ഒഫീഷ്യലി ചെയ്ത് തീർക്കാനുള്ളൊരു കപ്പാസിറ്റി ഈ മിനിസ്റ്റർക്ക് ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പം ഇനി അടുത്തത് നമുക്കിതിന് കാശ് മുടക്കിയ ആളുകൾ എന്തൊക്കെ പറയുന്നു എന്നുള്ളതിലേക്ക് നമുക്കൊന്ന് പോയേക്കാം. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയായിട്ട് 2024 ഡിസംബർ 20 അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് AFA ആയിട്ട് ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട്. ആ എഗ്രിമെൻറ്റ് പ്രകാരമുള്ള എല്ലാ ക്രൈറ്റീരിയകളും പൂർത്തിയാക്കിയതിന് ശേഷം, എല്ലാ പെർമിഷനുകളും എടുത്തതിന് ശേഷം, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും പെർമിഷൻ എടുത്തതിന് ശേഷം നമ്മൾ അവരോട് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം അയച്ചു കൊടുത്തതിന് ശേഷം അവരോട് ചോദിക്കുന്നുണ്ട് നമ്മൾ എന്നാണ് കളി
അനൗൺസ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യങ്ങളുമായിട്ട് കളികൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? ഒക്ടോബർ നവംബർ 2 വിൻഡോകളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. 2025 ഒക്ടോബർ 6 തുടങ്ങി 14 വരെയും നവംബർ 10 തുടങ്ങി 18 വരെയുള്ള 2 വിൻഡോ ഉള്ളത്. ആ വിൻഡോയിൽ കളി തരാമെന്നാണ് നമ്മളുമായിട്ടുള്ള എഗ്രിമെൻറ്റ്. ആ എഗ്രിമെൻറ്റ് ഓൾറെഡി നമ്മൾ എഗ്രിമെൻറ്റ് മെൻഷൻ ചെയ്ത് കറക്റ്റായിട്ട് കൃത്യതയോടുകൂടി എഗ്രിമെൻറ്റിൽ എഴുതിയിട്ടുണ്ട്, ഡേറ്റ് എഴുതിയിട്ടുണ്ട്, മാസം എഴുതിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ആ എഗ്രിമെൻറ്റ് പ്രകാരമാണ് നമ്മൾ AFA ആയിട്ട് സൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് കുറേ ഡിസ്കഷൻസ് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. മെസ്സി വരും വരില്ല, AFA വരും വരില്ല എന്നുള്ള കുറേ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ആ ഡിസ്കഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത സമയത്ത് ഇവരോട് നമ്മൾ ചോദിച്ചിരുന്നു, എന്നാണ് നമുക്ക് കളി ഏത് മാസത്തെ കളിയായിരിക്കും തരാൻ കഴിയുക എന്ന് നമ്മളോട് ഇവരോട് ചോദിച്ചിരുന്നു. ആ ചോദിച്ചിട്ടുള്ള മറുപടിയായിട്ട് അവർ പറഞ്ഞത്, അതിനിടയ്ക്ക് ചൈനയായിട്ട് ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ടെന്ന് അറിയ സമയത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് ചോദിച്ചു, നിങ്ങളിങ്ങനെ ചൈനയായിട്ട് ഈ വിൻഡോയിൽ കളി പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചൈനയായിട്ട് പ്ലാൻ ചെയ്തിരുന്നു, ഡിസ്കസ് നടത്തുന്നുണ്ട്, അത് നവംബർ മാസത്തേക്കാണ്, ഒക്ടോബർ മാസത്തിലാണ് നിങ്ങൾക്ക് തരാൻ കഴിയുക എന്ന് പറഞ്ഞ് കൃത്യതയോടുകൂടി നമുക്ക് മെയിൽ അയച്ചിട്ടുണ്ട്. ആ മെയിൽ അയച്ചതിന് ശേഷം നമ്മളെല്ലാ പെർമിഷൻസ് കിട്ടിയെന്ന് അറിയിക്കുകയും നിങ്ങൾ പൈസ അയക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ പൈസ അയച്ചോളൂ എന്ന് പറഞ്ഞിട്ട് സ്പെസിഫൈ ചെയ്ത് നമുക്കൊരു മറുപടി തന്നിട്ടുണ്ട്. ആ മറുപടി പ്രകാരം നമ്മൾ 2026 ജൂൺ 6 അവർക്ക് നമ്മൾ എഗ്രിമെൻറ്റ് പ്രകാരം പറഞ്ഞിരിക്കുന്ന പൂർണ്ണമായ തുകയെ നമുക്ക് അവർക്ക് അയച്ചു. ആ അയച്ചതിന് ശേഷം 9 നമ്മൾ പണം നിങ്ങളുടെ കയ്യിൽ കിട്ടിയോ എന്ന് ചോദിച്ച് നമ്മൾ അവരോട് മെയിൽ അയച്ചപ്പോൾ കൺഫേം ചെയ്തിട്ട് അറിയിക്കാമെന്ന് പറയുകയും 12 അവർ നിങ്ങൾ അയച്ച മുഴുവൻ പൈസയും ക്രെഡിറ്റായി എന്ന് നമ്മളോട് പറയുകയും ചെയ്തു. അതുമാത്രമല്ല, ക്രെഡിറ്റ് ആയതിനു ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ലിയാൻഡ്രോ പാട്ടർസൺ എന്ന് പറയുന്ന അവരുടെ ഒരു മാർക്കറ്റിംഗ് ഹെഡുണ്ട്, അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ഇദ്ദേഹവുമായി ഡിസ്കസ് ചെയ്ത് ഫൈനലൈസ് ചെയ്തുകൊള്ളാൻ പറഞ്ഞിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്ത് തരികയും ചെയ്തു. അതിനുശേഷം ഒരു 5 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു മെയിൽ വരുന്നു, 2026 സെപ്റ്റംബറിലേക്ക് കളി തരുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നു. 2026 സെപ്റ്റംബറിൽ കളി തരുന്നതിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു അഭിപ്രായമില്ല. കാരണം നമ്മൾ AFA ആയിട്ട് എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത് 2025 ഒക്ടോബർ നവംബർ മാസത്തിലാണ് എഗ്രിമെൻറ്റിലുള്ളത്. ഒക്ടോബർ മാസത്തിൽ കളി തരാമെന്ന് അവർ നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനുള്ള അവർ പറഞ്ഞ പ്രകാരമുള്ള ആ എഗ്രിമെൻറ്റ് പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ഫുൾഫിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ ആൻഡ്രൂ അഗസ്റ്റിനാണ് വന്നിരുന്ന് ഈ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, കാശ് എന്താണെങ്കിലും ഇവർ കൊടുത്തിട്ടുണ്ടാവും, ഒരു എഗ്രിമെൻറ്റും ഇവിടെ കാണും. ഇവരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങളിൽ ക്ലാരിറ്റി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർ ഒഫീഷ്യലി ഒരു രേഖയും പുറത്ത് വിട്ടിട്ടില്ല. വേണമെങ്കിൽ പുറത്ത് വിടാമെന്നാണ് ഇവർ പറയുന്നത്. പുറത്ത് വിട്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇവർ അർജൻറ്റീനൻ്റെ ഏത് ഒഫീഷ്യലുമായിട്ടാണ് എഗ്രിമെൻറ്റ് വെച്ചതെന്നുള്ളതൊക്കെ ആയിട്ടുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. എന്നാലും പബ്ലിക്കായിട്ട് വന്നു നിന്ന് ഞങ്ങൾ ഇത്ര ഒരു 120 കോടി രൂപയിൽ കൂടുതൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഇന്ന ഡേറ്റ്സിൽ അവരിവിടെ വന്ന് കളിക്കാം അല്ലെങ്കിൽ ഒരു റോഡ് ഷോ നടത്താം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞതെന്നുള്ളതൊക്കെ പറയുമ്പോൾ നാളെ അവർക്ക് ഇതൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ പുറത്ത് വിടണം എന്നുള്ളൊരു സംഗതി ഉള്ളതുകൊണ്ട് എന്താണെങ്കിലും ആ കാര്യങ്ങൾ അവർ കറക്റ്റ് ചാനലിലൂടെ ചെയ്തിരിക്കാം. പക്ഷേ ഇവർ പറയുന്ന റീസൺ ഇപ്പോൾ കുറേ മെസ്സി ഫാൻസും ബാക്കിയുള്ളവരും ട്രോളുന്നുണ്ട്. ആസ് എൻ ഇൻവെസ്റ്റർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവർക്ക് ആവശ്യം വേൾഡ് കപ്പ് ജയിച്ച വിന്നിങ് ടീമും വിന്നിങ് ക്യാപ്റ്റനുമാണ്, മെസ്സിനെയാണ്. കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പ്ലെയർക്ക് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത്. മെസ്സി ഇനിയൊരു 2026 വേൾഡ് കപ്പും കഴിഞ്ഞ് റിട്ടയർമെൻറ്റും കഴിഞ്ഞ് പിന്നെ ടീമിൻ്റെ ഒപ്പം വന്നിട്ട് ഇവിടെ ബൂട്ടിട്ട് കളിച്ചതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് സോ. അതിന് ആളുകൾക്ക് മുന്നിൽ മെസ്സിയുടെ വാല്യൂ ഉണ്ട്. മെസ്സി എന്ന് പറഞ്ഞ ലെജൻഡ് അങ്ങനെ തന്നെ ഉണ്ടാവും, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. പക്ഷേ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ലോക ചാമ്പ്യന്മാരും ആ ക്യാപ്റ്റനും ആ ലെജൻഡൊക്കെ ഇവിടെ വന്ന് കളിക്കുമ്പോൾ അത് ഇവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. മനസ്സിലായില്ലേ? അപ്പം അവർക്ക് ആ ബിസിനസ് ആസ്പെക്റ്റിൽ അവർ ഇത്രയും ഹ്യൂജ് എമൗണ്ട് കൊണ്ടുവരാൻ വേണ്ടി മാത്രം ഒരു 100-150 കോടി മുടക്കുന്നു. കൊണ്ടുവന്നതിന് ശേഷം ഇവർക്കുള്ള ഫെസിലിറ്റീസിന് വേണ്ടി വീണ്ടും ഒരു 100-150 കോടി മുടക്കേണ്ട ഒരു ആവശ്യം വരും. അങ്ങനെ മൊത്തം ഒരു 10-300-350 കോടിയുടെ ഒരു വലിയ പ്രൊജക്റ്റ് കൊണ്ടുവരുമ്പോൾ അവർക്കത് വിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള സമയത്ത് കൊണ്ടുവരണ്ടേ? അല്ലാതെ 2026 ഇനിയൊരു വേൾഡ് കപ്പ് കഴിഞ്ഞ് ഇവർ ചാമ്പ്യന്മാരാവോ ഇല്ലയെന്ന് ഉറപ്പില്ല. ചാമ്പ്യന്മാരായാലേ ഇനി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിലൊരു തീരുമാനം എടുക്കാൻ പറ്റും. ഇപ്പോഴേ ഇവർ അർജൻറ്റീന ചാമ്പ്യന്മാരാവും, കപ്പ് അർജൻറ്റീന അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് 2026 ഇത് ഷെഡ്യൂൾ ചെയ്യുക അത് പോസിബിൾ അല്ല. ഒരു ബിസിനസ്സുകാരും ആ റിസ്ക് എടുക്കില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ എഗ്രിമെൻറ്റ് 2025 ഉള്ളൊരു എഗ്രിമെൻ്റ് ആയിരിക്കും. പൈസ അയച്ചത് ആ എഗ്രിമെൻറ്റിൻ്റെ ബേസിസിൽ 2025 വേണ്ടിയിട്ടായിരിക്കും. ഇനി അത് റീഫണ്ട് വന്ന് പിന്നെ അത് 2026 പുതുക്കി വേറൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി അതിന് വേറൊരു എമൗണ്ട് അയച്ച് ഇതിനൊന്നും ഒരു ഇൻവെസ്റ്ററും റെഡി ആവില്ല.
സോ ഇൻവെസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്ന് അവർക്ക് ബെനിഫിറ്റ് ഉള്ള കാര്യം മാത്രമേ അവർ ചെയ്യൂ. 100 കോടി 150 കോടി മുടക്കുന്നവൻ അതിൽ നിന്ന് 300 കോടി 400 കോടി എങ്ങനെ ഉണ്ടാക്കാന്നല്ലേ നോക്കൂ അല്ലേ? അപ്പോൾ ഇതിൽ പോയിട്ട് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിങ്ങിന് ട്രോൾ ചെയ്തിട്ട് കാര്യമുണ്ട് എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അവരുടെ ആസ്പെക്ട്സ് നോക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് പൈസ മുടക്കാൻ ഒരാൾ വന്നല്ലോ. ഇവിടെ എന്താണെങ്കിലും ഗവൺമെൻറ്റിൽ പൈസ ഉണ്ടെങ്കിൽ അത് നല്ല കാര്യത്തിന് മുടക്കണം, അല്ലാതെ ഇങ്ങനത്തെ കാര്യത്തിന് മുടക്കരുത്. ഇത് നല്ല കാര്യമല്ല എന്നല്ല പറയുന്നത്. എത്രയോ ആളുകൾക്ക് എത്രയോ ആവശ്യങ്ങളില്ലേ, ഒന്നുമില്ല വയനാട്ടിലേക്ക് തന്നെ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് സ്പോർട്സ് മിനിസ്റ്ററോട് മാത്രമാണ് ഇതിൽ ചോദ്യങ്ങളുള്ളത്. പൈസ മുടക്കിയവരോടൊന്നും ഒരു ചോദ്യവും ഇല്ല. കാരണം അവർക്ക് ബിസിനസ്സാണ്, അവർ മുടക്കും, അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവരിത് ഏത് രീതിയിൽ ബെനിഫിറ്റബിൾ ആയിട്ട് എടുക്കണം എന്നുള്ളതൊക്കെ അവരുടെ തീരുമാനമാണ്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ജനങ്ങളുടെ മുന്നിലേക്ക് മെസ്സി വരുമെന്ന് പറഞ്ഞ് ഇത്രയും കൊട്ടിഘോഷിച്ച് ജനങ്ങൾക്ക് ആഗ്രഹം കൊടുത്ത കോടിക്കണക്കിന് മലയാളികളെയും ആഗ്രഹത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയ സ്പോർട്സ് മന്ത്രി ഇന്നലെ 24 ന്യൂസിനോട് പോയിട്ട് കൊട്ടിൻ ചൂടാവലാണ് അങ്ങേര്. മെസ്സിയുടെ വരവ് സംബന്ധിച്ച് പ്രതീക്ഷ വേണ്ടെന്നാണോ? നിങ്ങളല്ലേ പറഞ്ഞത്? അല്ല നിങ്ങളാ പറഞ്ഞത്. ഏത് ഓഫീസിൽ ആരാ പറഞ്ഞത്? നിങ്ങൾ എന്ത് വൃത്തികേടാ കൊടുത്ത് ആരാ പറഞ്ഞു? ഞാൻ പറഞ്ഞു അപ്പൊ അത് ഓഫീസിൽ പറഞ്ഞു സാധ്യത ഉണ്ടെന്നാണോ? അല്ല, നിങ്ങൾ പറയുന്നെന്താ? നിങ്ങൾ ഔദ്യോഗികമായിട്ട് മെസ്സിയുടെ ഇതിൽ നിന്ന് പുറത്തുവിട്ടത് പ്രകാരം ഇന്ത്യയിലെ സന്ദർശനത്തിൽ കേരളമില്ല. അത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. 2, എന്റെ ഓഫീസിൽ നിന്ന് പറഞ്ഞു നിങ്ങൾ പറയുന്നു. നിങ്ങളാണോ തീരുമാനിക്കേണ്ടത്? 24 ആണോ തീരുമാനിക്കേണ്ടത്? മെസ്സിയുടെ അതിനുത്തരം കേരളം ഇല്ല. അല്ല അതിനുത്തരം പറയും. നീ അതിനുത്തരം പറ. അല്ല 24 ആണോ തീരുമാനിക്കേണ്ടത്? 24 തീരുമാനിക്കാന്നല്ല, മെസ്സിയുടെ ഓഫീസിൽ നിന്ന് പുറത്തുവിട്ടിട്ടുള്ള അവരുടെ കുറിപ്പിൽ അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് കേരള സന്ദർശനം. പിന്നെ അത് നോക്കൂ, 24 തീരുമാനിക്കണ്ട. കേരളം ഈ കരാറിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. ഇതിന്റെ യഥാർത്ഥ കാര്യം എന്താ? അതറിയാതെ നിങ്ങൾ വാർത്ത കൊടുക്കരുത്. എന്താ സംഭവിച്ചത്? എന്താ അതിൽ പറയുന്നത്? ഒക്ടോബർ വിൻഡോയിൽ കേരളത്തിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ബന്ധപ്പെട്ട സ്പോൺസർ പറഞ്ഞു അതിൽ മാത്രമേ ഞങ്ങൾ അനുവദിക്കുള്ളൂ എന്ന് അവരും പറഞ്ഞു. അതാണ് തർക്കം. മറ്റൊന്നും നോക്കൂ, അത് താനല്ല തീരുമാനിക്കേണ്ടത്. 24 അല്ല തീരുമാനിക്കേണ്ടത്. അത് മിനിസ്റ്റർ കേരളത്തോട് പറഞ്ഞ കാര്യമാണ് മെസ്സിയുടെ വരുന്നത്. നോക്കൂ, അതെ തന്റെ ചോദ്യം താൻ കോടതി പണി എടുക്കണ്ട. ഞാൻ പറഞ്ഞതെന്താ, ഈ ഒക്ടോബറിൽ അവർക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ സ്പോൺസർ എന്ത് പറഞ്ഞു? ഈ ദിവസം ഈ ഒക്ടോബറിലാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ എന്ന് അവരും പറഞ്ഞു. അതാണ് സംഭവം. നിങ്ങൾ സ്വന്തമായി സൃഷ്ടിച്ചെടുക്കണ്ട. സ്പോർട്സ് മിനിസ്റ്റർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ആവരുത് എന്ന് 24 ന്യൂസിനോട് പറഞ്ഞു. സാറ് ജനങ്ങളുടെ ഇടയ്ക്ക് ഒന്ന് ഇറങ്ങി നോക്ക്. സാറിന് ഇതേപോലെ 100 കോടതി ചോദ്യങ്ങൾ നേരിടേണ്ട ഒരു അവസ്ഥയാണ്. സാറ് നാട്ടുകാർ ചോദിക്കില്ലേ? വോട്ട് തന്ന് റെസ്പോൺസിബിൾ പൊസിഷനിൽ കയറ്റി വിട്ട ഒരാൾ വന്നിരുന്നു 1.5 കൊല്ലമായിട്ട്. അതും ചില്ലറ വാഗ്ദാനാണോ? ആന കൊടുത്താലും ആശ കൊടുക്കരുത് ഇതിനാണ് പറയുന്നത്. പറയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ചെറിയ ചെറിയ വാഗ്ദാനങ്ങളൊക്കെ പറയാം. ഇത് ആളെ ഊസാക്കുന്ന രീതിയിലുള്ള സാധനം പറഞ്ഞു വിട്ടിട്ട് ലാസ്റ്റ് ഇപ്പോൾ ചോദിക്കുമ്പോൾ അത് സ്പോൺസർമാരുടെ തീരുമാനം. എങ്ങനെ സ്പോൺസർമാരുടെ തീരുമാനം? ആഫ്റ്റർ ഓൾ സ്പോൺസറാണ് പൈസ ഉണക്കണമെന്നുണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുന്നതും ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചതും താങ്കളല്ലേ? സർക്കാർ ചെയ്യും, സർക്കാർ മേൽനോട്ടം വഹിക്കുന്നല്ലേ പറഞ്ഞേ. അപ്പം ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒരിക്കലും നമ്മുടെ മിനിസ്റ്റർക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. എങ്ങനെയാണ് മാച്ച് നടത്തുന്നത്? ഏതാണ് സ്റ്റേഡിയം? ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു ക്ലാരിഫിക്കേഷൻ പ്രശ്നം ഉണ്ടായി, ഏത് സ്റ്റേഡിയമാണ് കളിക്കുന്നത് എന്നുള്ളത്. സ്റ്റേഡിയം ഏതാണെന്ന് ഇവരെ അറിയിച്ചിട്ടുണ്ട്. സ്റ്റേഡിയത്തിൻ്റെ പിന്നെ എന്താണ് വിഷ്വലായിട്ടുള്ള AR സംവിധാനത്തിൽ നമ്മൾ ചെയ്ത് എങ്ങനെയാണ് സ്റ്റേഡിയം ഇരിക്കുന്നതും എങ്ങനെയാണ് കളി നടക്കാൻ പോകുന്നതും എങ്ങനെയാണ് ഇതിൻ്റെ പൗലീന ഉള്ളത് അടക്കമുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അത്. രണ്ടാമത്തെ കാര്യം, എവിടെയാണ് ഫാൻ മീറ്റിംഗ് നടത്തുന്നത്? ഫാൻ മീറ്റിങ്ങിൻ്റെ ഓളിയും ചോദിച്ചിട്ടുണ്ട്. എത്ര ആൾക്കാരെ ഓളിയത്തിലുള്ള ഫാൻ മീറ്റിംഗാണ് നടത്താൻ പോകുന്നത് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്ലാൻ ചെയ്ത് ലോകത്തെ ഏറ്റവും വലിയ ഇവൻ്റാക്കി മാറ്റാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. 1 കോടി ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടിട്ടുള്ള ഫാൻ മീറ്റിംഗ് ആണ്. 1 കോടി ആൾക്കാരെ. ഈ 1 കോടി ആൾക്കാരെ എവിടെ ഉൾക്കൊള്ളും, ഏത് ഏരിയയിൽ ഉൾക്കൊള്ളും കേരളത്തിൽ എന്ന് ചോദിച്ചിട്ട് പോലും ഞങ്ങൾക്ക് കൺഫർമേഷൻ, അതടക്കം ഞങ്ങൾ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. 1 കോടി എവിടെയാണ് ഉൾക്കൊള്ളുന്നത് അത് ഞാൻ കാണിക്കാം നിങ്ങളെ. എങ്ങനെയാണ് ഇത് ചെയ്യാൻ പോകുന്നതെന്ന്, എങ്ങനെയാണ് ഈ 1 കോടി ആൾക്കാരെ പങ്കെടുപ്പിക്കുന്ന സംവിധാനം ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ഉദ്ഘാടനം നടത്തുന്നത് ചോദിച്ചിട്ടുണ്ട്. ഉദ്ഘാടനം എന്ന് പറയുന്നത് ഒരു ഫിഫ വേൾഡ് കപ്പിൻ്റെ ഉദ്ഘാടനം എങ്ങനെയാണോ അതുപോലെ ഉദ്ഘാടനമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇന്ത്യയിൽ കരാറുമായി സൈൻ ചെയ്ത സമയത്ത്
റിപ്പോർട്ടർ TV ഇന്ത്യയുമായിട്ട് ഇവരുമായിട്ട് പിന്നെ ഫിഫയുമായിട്ട് കരാർ വെക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള പൂർണ്ണ ഈ കളികളും മെസ്സിയായിട്ട് ബന്ധപ്പെട്ട പൂർണ്ണ ഉത്തരവാദിത്വം റിപ്പോർട്ടർ TV ആണ് ഏറ്റെടുക്കുന്നത്, ഗവൺമെൻറ്റാണ് ഏറ്റെടുക്കുന്നത്. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ വരും, മുംബൈയിൽ വരും, പിന്നെന്താണ് ബംഗാളിൽ വരും എന്നൊക്കെ പറയുകയാണ്. ചില കമ്പനികളുമായിട്ട് എഗ്രിമെൻറ്റ് വെക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ചില കമ്പനികളുമായിട്ട് എഗ്രിമെൻറ്റ് വെച്ച കമ്പനികളുമായി ഞാൻ ഡിസ്കസ് ചെയ്തു. ഇപ്പം മെസ്സി വരുന്നു എന്ന് പറഞ്ഞ കമ്പനികളുമായിട്ട് ഡിസ്കസ് ചെയ്തു. അവരുടെ അവസ്ഥ നമ്മുടെ അതേ അവസ്ഥയാണ്. അവരെന്താണ് ഒഫീഷ്യലി AFAയും മെസ്സി അനൗൺസ് ചെയ്യുന്നില്ല ഞാൻ ഇന്ത്യയിലേക്ക് വരും എന്നുള്ളത്, പക്ഷേ പണം മേടിക്കുന്നുണ്ട്, എഗ്രിമെൻറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്ത് മെസ്സി വരുമെന്ന് പറയുന്നുണ്ട്, മെസ്സിനോട് ആൾക്കാർ ഡിസ്കഷൻ നടത്തുന്നുണ്ട്, പണം മേടിക്കുന്നുണ്ട്, എഗ്രിമെൻറ്റ് വെക്കുന്നുണ്ട്, പക്ഷേ ഇവർ ഒഫീഷ്യലി കൺഫർമേഷൻ നടത്തുന്നില്ല. ഓക്കെ, അപ്പോൾ റിപ്പോർട്ടർ TVൻ്റെ ഭാഗത്തുനിന്ന് അവർ തന്ന എക്സ്പ്ലനേഷനിൽ പലരും ഒരു ട്രോൾ രീതിയിൽ അവരുടെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതായത് അർജന്റീനൻ ടീമിനും അല്ലെങ്കിൽ മെസ്സിക്കെതിരെ ഇവർ കേസായിട്ട് പോവോ, അസോസിയേഷനെതിരെ കേസായിട്ട് പോവോ. ഇവർ പറഞ്ഞ കാര്യങ്ങളിൽ ലോജിക്ക് എനിക്ക് കുറച്ചുണ്ട് തോന്നാൻ കാരണം ഇന്ത്യയിലൊരു ബേസിക് പൊട്ടൻഷ്യൽ, ഓക്കെ, അർജന്റീനൻ ടീമിനും ഇവിടുത്തെ ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പും മെസ്സിക്കും ഒക്കെ ഇവിടെയുള്ള ഇൻവെസ്റ്റേഴ്സ് കൊടുക്കുന്നൊരു വാല്യൂ ബാക്കി രാജ്യങ്ങളെക്കാൾ ഭയങ്കര ഹൈ ആൻഡ് ഹൈപ്പാണ് എന്നുള്ളത് എന്താണെങ്കിലും അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ മനസ്സിലായിട്ടുണ്ടാവും. ഓബ്വിയസ് ആണത്. ഓക്കെ, സോ ദേ വിൽ ഡു ബാർഗെയിനിങ്. അവർ ബാർഗെയിൻ ചെയ്യും, മനസ്സിലായില്ലേ? അവർ ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു 150 കോടി രൂപ അല്ലെങ്കിൽ ഒരു 300 കോടി രൂപ എന്നുള്ളൊരു ടേംസിലായിരിക്കാം മേ ബി ഈ കേരളത്തിലേക്കുള്ള വരവും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടാവുക. സോ അത് ഓണായി എന്ന് അറിയുമ്പോൾ അതിലും വലിയ ബിഗ് ഷോട്ട്സ്, അതിലും വലിയ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ GCC എന്നൊക്കെ ആയിട്ട് ഇവരെ സമീപിച്ചിരിക്കാം. AFA എന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫണ്ട് ബേസിലുള്ള ഒരു സൗണ്ട് ആയിട്ടുള്ള ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, പിന്നെ AFA ചതിക്കില്ല അല്ലെങ്കിൽ ആ മാനേജ്മെൻറ്റ് അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. ചതിയൊക്കെ ആർക്ക് വേണേൽ എങ്ങനെ വേണേൽ ചതിക്കാം, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ബ്ലെയിമിങ് എടുത്തിട്ട് പോകാൻ പറ്റില്ല. പിന്നെ എനിക്കിതിൽ തോന്നിയ കുറേ മിസ്മാച്ചുകൾ എന്താ വെച്ചെങ്കിൽ 1 കോടി ആളുകളെ ഉൾക്കൊള്ളിക്കുന്ന ഒരു റോഡ് ഷോ പോലത്തെ ഒരു സെറ്റപ്പ്. കേരളത്തിലെ ആൾ എത്ര കോടി ജനങ്ങളാണ് ഉള്ളത്? 3-3.5 കോടി ജനങ്ങളോ? അതിൽ 1 കോടി ജനങ്ങൾ എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്നോ അതോ പുറത്തുനിന്ന് എവിടുന്ന് അതെങ്ങനെ പുൾ ഓഫ് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല. ഓക്കെ, സ്റ്റേഡിയത്തിൻ്റെ കേസിൽ അറ്റ്ലീസ്റ്റ് തിരുവനന്തപുരത്തുള്ള സ്റ്റേഡിയം അവർക്കിപ്പോൾ ക്രിക്കറ്റ് സ്റ്റേഡിയം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് തട്ടുപൊളിപ്പം പരിപാടികൾ കാണിച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു മാച്ചൊക്കെ അവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ 1 കോടി ആളുകൾ പങ്കെടുക്കുന്ന ലോകത്തിലെ ബിഗ്ഗസ്റ്റ് ഇവൻ്റൊക്കെ എങ്ങനെ ആക്കാൻ പറ്റും? അത് ഈ കുംഭമേളയ്ക്കടക്കം എത്രയോ കോടി ആളുകൾ വന്നു പോയത് കുറേ ദിവസത്തിൻ്റെ ഗ്യാപ്പിലാണ്. ഇതൊരു ഒറ്റ ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ ഇത്രയും ആളുകളോ ഇവിടെ 1 കോടി ജനങ്ങൾ എന്നൊക്കെ പറഞ്ഞു ഇതിൽ പോകുന്ന ആൾക്കാർക്ക് മെസ്സിനെ എങ്ങനെ കാണാൻ പറ്റും? പൊട്ട് പോലെ ബൈനാക്കുലർ വെച്ച് പോകേണ്ട അവസ്ഥയായിരിക്കുമല്ലോ. കുറേ എന്താ പറയുക, ലോജിക്ക് അല്ലാത്ത അല്ലെങ്കിൽ നമ്മൾക്ക് ചിന്തിച്ചാൽ ഒരിക്കലും പോസിബിൾ അല്ല തോന്നുന്ന കുറേ സാധനങ്ങളും കമ്മിറ്റ്മെൻറ്റും ഒക്കെ ഇവർ പറയുന്നുണ്ട്. ബട്ട് എൻഡ് ഓഫ് ദ ഡേ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്, പൈസ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബിസിനസ് ആസ്പെക്റ്റിൽ നോക്കുന്ന സമയത്ത് ഈ പൈസ മുടക്കിയവർക്ക് മെസ്സി ഇപ്പോഴാണ് വരേണ്ടത്. 2026 വന്നിട്ട് നോ യൂസ്. ഓക്കെ, സോ അവരുടെ അഡമൻറ്റ് സ്റ്റാൻഡിൽ നിൽക്കും. പക്ഷെ ഇതൊന്നും മനസ്സിലായിട്ടും അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും ഈ സ്പോർട്സ് മിനിസ്റ്റർ എന്തിനാണ് നാട്ടുകാരോട് വന്ന് ഈ തള്ളി മറിച്ചതെന്നുള്ളതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. ഇയാളുടെ പൊളിറ്റിക്കൽ ബെനിഫിറ്റിനും അയാളുടെ പൊളിറ്റിക്കൽ ഇമേജിനും വേണ്ടിയിട്ട്, അതായത് സ്പോർട്സ് മിനിസ്റ്റർ ആയിട്ട് ഇരുന്ന സമയത്ത് ഞാനൊരു വലിയ സംഭവം ചെയ്തു, ഞാൻ മെസ്സിയെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നു. ഓക്കെ, അത് ആ ഒരു പേരിന് വേണ്ടി മാത്രമായിരുന്നു അബ്ദുറഹ്മാൻ സാർ നിങ്ങൾ ഇത്രയും തള്ളി മറിച്ചത്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇതല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഇഷ്ടം പോലെ ലോക്കൽ ടാലൻറ്റുകൾ ഇവിടെ ഇഷ്ടം പോലെ കുട്ടികളുണ്ട്. നിങ്ങൾ ഗ്രാസ് റൂട്ട് ലെവലിൽ അവർക്കുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യും. ഇപ്പം മലപ്പുറം ഫുട്ബോളിൻ്റെ ഭയങ്കരമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാനുള്ളൂ. അത് കുട്ടികൾക്ക് മര്യാദയ്ക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളില്ല. കാശ് കൊടുത്ത് പല അക്കാഡമികളും അല്ലെങ്കിൽ പല ഫെസിലിറ്റീസിലും പോയിട്ട് കുട്ടികൾ അതിനുള്ളൊരു ഫിനാൻഷ്യൽ സെറ്റപ്പൊന്നും ചെറിയ മക്കൾക്ക് കാണൂല. ചില പാരൻസിന് അത് എടുത്താൽ പൊങ്ങില്ല. സോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യണം. നിങ്ങൾക്കൊരു മലപ്പുറം പോലത്തെ ഒരു ഹബ്ബ് കിട്ടി. ഓക്കെ, ഇവിടെ എങ്ങനെ പോയാലും ഒരു 2 ചെരുപ്പോ അല്ലെങ്കിൽ 2 കല്ലോ വെച്ചിട്ട് അതിനിടയിൽ കൂടി ബോൾ അടിച്ച് കളിക്കുന്ന ആ ഒരു അതുണ്ട് ഇവിടുത്തെ DNA എല്ലാവർക്കും. മനസ്സിലായോ? വളരെ റെയറായിട്ടാണ് ചിലർ ഫുട്ബോൾ മാറി വേറെ സ്പോർട്ടിലേക്ക് മലപ്പുറത്ത് പോകാറ്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടെയൊക്കെ മാക്സിമം ഫുട്ബോളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഗവൺമെൻറ് ആകുമ്പോൾ അതൊക്കെയല്ലേ ചെയ്യേണ്ടത്. സ്പോർട്സ് മിനിസ്റ്റർ ആകുമ്പോൾ നിങ്ങൾ ഈ മെസ്സിനെ കൊണ്ടുവരുന്നതിന് പകരം ഇവിടുന്ന് ഒരു 10 മെസ്സിനെ ഉണ്ടാക്കാൻ നോക്ക്.
അല്ലാതെ നിങ്ങൾ മെസ്സിനെ കൊണ്ടുവന്ന ക്രെഡിറ്റിന് വേണ്ടി മാത്രം, ഞാൻ സ്പോർട്സ് മിനിസ്റ്റർ ആയപ്പോൾ ഞാൻ മെസ്സിനെ കൊണ്ടുവന്നതിനുള്ള ക്രെഡിറ്റിന് വേണ്ടി ഈ പണി കാണിക്കരുത്. മനസ്സിലായോ? അത് മോശം പരിപാടിയാണ്. പിന്നെ നാട്ടുകാർ ചോദ്യം ചെയ്താലോ, അല്ലെങ്കിൽ മീഡിയയിൽ 10 വീഡിയോ വരുമ്പോഴോ, അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴോ നീയാണോ കോടതി എന്നുള്ള ചോദ്യം ചോദിച്ചിട്ട് എന്താണ് സാർ? ഉളുപ്പില്ലായ്മ എന്നല്ലേ ഇതിന് പറയാൻ പറ്റും?